ഹായ്. ഇന്നൊരു നഴ്സറി വിസിറ്റിംഗ് കേട്ടോ. നമ്മൾ വയനാട് പോയി വന്നപ്പോൾ നമ്മൾ ലക്കിടിയിലുള്ള പ്ലാന്റ് പാർക്ക് നഴ്സറിയാണിത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അതിന് കുറേ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ധാരാളമായിട്ട് സീസൺ പ്ലാന്റ് ആണ് ഉള്ളത്. അതും ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇവിടെ കൂടുതലുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഏത് കാലത്ത് വന്നാലും ഇവിടെ സീസൺ പ്ലാന്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഓരോ സീസണിലായിട്ടുള്ള ഓരോ ഐറ്റം ഫ്ലവറും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതിന് ഓരോ പ്ലാന്റിന് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതിന് കളറായിട്ടാണെങ്കിലും നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ടാണെങ്കിലും ഇഷ്ടം പോലെ വാങ്ങാൻ പറ്റും. ഇവർ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ട പ്ലാന്റുകളാണ് എല്ലാം. അപ്പൊ അതുകൊണ്ട് വിലയും കുറവാണ്. എല്ലാം ഇവിടെ ഉണ്ട്. അടുത്തത് ഓർക്കിഡാണ്. ഓർക്കിഡിന്റെ ചെറിയ സീഡിങ് പ്ലാന്റ് മുതൽ വലിയ മദർ പ്ലാന്റ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അധിക സ്ഥലത്തൊന്നും മദർ പ്ലാന്റ് കിട്ടാൻ പാടാണ് നമുക്ക്. ചെറിയ ഫ്ലവറിങ് വരുന്നതും ഫ്ലവർ വന്നായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് എവിടെ പോയാലും കിട്ടല്. ഇവിടെ വലിയ 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 മദർ പ്ലാന്റുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കാണ്ട്. അതിന് എല്ലാ കളക്ഷനും എല്ലാ കളേഴ്സും ഉണ്ട്. പെറ്റൂണിയ പ്ലാന്റ് ഇപ്പത്തെ ഈ സീസൺ പ്ലാന്റ് ആണ് പെറ്റൂണിയ. ഈ വെയിലത്ത് എത്ര വെയിലുണ്ടോ അത്രയും വെയിൽ കൊണ്ടാൽ അത്രയും കളറും ഫ്ലവറും വരുന്ന ഒരു പ്ലാന്റ് ആണ് പെറ്റൂണിയ. അത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം, ചട്ടിയിലായിട്ടും വെക്കാം. അതിന്റെ സിംഗിൾ കളേഴ്സും ഉണ്ട്, പിന്നെ വെരിഗേറ്റഡ് ഉണ്ട്. അതായത് എല്ലാ കളറിലും വൈറ്റ് ലൈന് വരുന്നുണ്ട്. നോർമൽ ആയിട്ട് തന്നെ നമ്മൾ എല്ലായിടത്തും കാണുന്ന സിംഗിൾ കളേഴ്സും ഉണ്ട്. പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബോർഡർ ആയിട്ട് കൊടുക്കേണ്ടത് ചൈന പിങ്കിന്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് ചെറിയ ചെറിയ ഫ്ലവർ ആണെങ്കിലും കാണാൻ നല്ല രസമാണ്. അത് നമ്മൾ ഏത് ഗാർഡൻ ചെയ്യുമ്പോഴും അതിന്റെ സൈഡിലൊക്കെ കൊടുക്കേണ്ട പ്ലാന്റ് ആണ് ചൈന പിങ്ക്. അടുത്തായിട്ടുള്ള ബിഗോണിയാണ്. ബിഗോണിയന്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ വേണ്ട കേട്ടോ. അത് ബിഗോണിയന്റെ എല്ലാം, അതായത് കെൻ ബിഗോണിയ ഉണ്ട്, റെക്സ് ബിഗോണിയ ഉണ്ട്, ഫ്ലവറിംഗ് ബിഗോണിയ ഉണ്ട്, എല്ലാ ബിഗോണിയും ഉണ്ട്. അതിന്റെ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും എല്ലാ പ്ലാന്റും വാങ്ങിക്കാൻ കിട്ടും. ബിഗോണിയ ഭയങ്കര രസമുള്ള പ്ലാനറ്റാ. ലീഫില് ഭയങ്കര ഭംഗിയുള്ള ഇതാണ്. ലീഫ് തന്നെ നമുക്ക് ഒടിച്ച് കുത്തി വെച്ചാൽ അതിന് വേര് വരുന്നതാണ് ബിഗോണിയ. ബിഗോണിയന്റെ എല്ലാ കണ്ടില്ലേ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ മദർ പ്ലാന്റുകളാണ്. ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ലീഫ് വെച്ചിട്ട് വേണമെങ്കിൽ എത്ര കുഞ്ഞി കുഞ്ഞി പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. പിന്നെ എയർ പ്ലാന്റുകൾ നമ്മൾ മീഡിയം ആവശ്യമില്ല. ചെറിയൊരു താങ്ങായിട്ട് എവിടെയെങ്കിലും ചട്ടിയിലോ ചെറിയ കയറിലോ കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ്. ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് പ്ലാന്റ് പാർക്കിന്റെ ഒരു പ്രൊപ്പഗേഷൻ ഏരിയ കേട്ടോ. ഇവിടെ ഈ ഏരിയ ഫുള്ളായിട്ട് പ്രൊപ്പഗേഷൻ ആണ്. അതിന്റെ ഇഷ്ടം പോലെയാണ്. ഏത് പ്ലാന്റിന്റെയും നൂറുകണക്കിന് പ്ലാന്റ് ആണ്. അത് ഒരാഴ്ച മുന്നേ ചെയ്തിട്ടുണ്ട്, 15 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു മാസം വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സെയിലായിട്ട് റെഡി ആയിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട്. ഇവിടെ ഒരു ബ്ലീഡിങ് ഹാർട്ടിന്റെ ഒരു വലിയൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതിവിടെ കുറെ പഴക്കം ചെന്ന പ്ലാന്റ് ആണ്. അത് കട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടാണ്. നല്ല റെഡ് ഫ്ലവറാണ്. റെഡും വൈറ്റും കൂടെ ആയിട്ട് നല്ല കറക്റ്റ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതൊക്കെ പ്രൊപ്പഗേഷൻ ഏരിയ കേട്ടോ. എല്ലാ പ്ലാന്റ് ഇന്ന് വരെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകൾ വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ. നമ്മളെ വാണ്ടറിങ് ജൂവിന്റെ ഒക്കെ പ്ലാന്റ് ആണ് ഇത്. നല്ല ഭംഗിയാണ്. വെയിൽ കിട്ടുന്നിടത്തോളം ഇതിന്റെ കളേഴ്സ് കൂടും. ഈ വൈറ്റും ഗ്രീനും കൂടി ആയിട്ട് നല്ല മാർബിൾ കളറാണ്. നല്ല ഭംഗിയാണ് കാണാന്. പിന്നെ ഇവിടെ നിന്നാണ്ടത് അതാ നോക്കത്താ ദൂരത്തോളം കിടക്കണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളാണ്. ഇത് ബിഗോണിയാണ്, കെൻ ബിഗോണിയാണ്. കെൻ ബിഗോണിന്റെ ഒരു എന്താ പറയാ ഒരു കൂട്ടം ബിഗോണിയാണ്. നിറയെ റെഡ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ് അറിയാം. ഈ ഫ്ലവർ ചുരുങ്ങി 6-8 മാസം വരെ നിൽക്കൂട്ടാ. നേരിട്ട് വെള്ളം വീഴഞ്ഞാൽ മാത്രം മതി. ഇപ്പൊ നമ്മള് ഇത് ഫുള്ള് അതന്നെ ഉണ്ടാവും. പിന്നെയും കാണേണ്ടത് ഫുള്ള് നമ്മളെ പ്രൊപ്പഗേഷൻ ഏരിയ തന്നെയാണ്. ഇവിടെ ഫുള്ളായിട്ട് എയർ പ്ലാന്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നഴ്സറിന്റെ ഓരോ തൂണിലും കാലിലും ഇഷ്ടം പോലെ ആയിട്ട് റൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു മീഡിയം വേണം. അതിന് ആവശ്യമുള്ളതൊക്കെ വായുന്ന് വലിച്ചെടുത്തോളും. നാരോ ലീഫിന്റെ ബോർഡറിങ് പ്ലാന്റ് ഇവിടെ കുറെ കിടക്കുന്നുണ്ട്. ഈ യെല്ലോയും ഗ്രീനും ഇത്രയും നാരോ ലീഫായിട്ട് കണ്ട്
ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം അത്രയും ഭംഗിയുണ്ട് കാണാൻ. പക്ക നാരോ ലീഫാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, തീരെ മെലിഞ്ഞ ലീഫാണ്. ബോർഡർ ചെയ്യാനൊക്കെ പറ്റിയ സാധനമാണ്. ഇവിടെ ഒരു വെരിഗേറ്റഡ് ജൂനിപ്പറസിൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതൊരു ബോൺസായി ആയിട്ട് അവിടെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഈ സൈഡിലേക്ക് വന്നാലും നമ്മൾ പെറ്റൂണിയും പിന്നെ വിങ്കാറോസും ഉണ്ട് കേട്ടോ. വിങ്കാറോസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പെറ്റൂണിയാണ്. പെറ്റൂണിയിൽ തന്നെ ഇഷ്ടം പോലെ കളേഴ്സും ഉണ്ട്. ഇത് വയനാടിൻ്റെ സ്വന്തം പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ബോൾസം പ്ലാന്റ് കേട്ടോ. ഇത് ഏത് കാലത്തും ഫ്ലവർ ചെയ്തിരിക്കും. നമ്മൾ നാട്ടിൽ കൊണ്ടുപോയാലും ഇത്ര ഫ്ലവറിങ് കാണില്ല. വയനാട് വന്നാൽ നിറഞ്ഞ് പൂത്ത് കിടക്കേണ്ടത് കാണാം. ഡാലിയൻ്റെ കളക്ഷൻസാണ്. ഡാലിയൻ്റെ എല്ലാം ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും ഫ്ലവറിങ് പ്ലാന്റും മൊട്ടുന്ന പ്ലാന്റായിട്ട് ഇഷ്ടം പോലെ പ്ലാന്റുകളുണ്ട് കേട്ടോ. ഇത് നഴ്സറിന്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ വന്നപ്പോൾ ഫുള്ളായിട്ട് കോട മൂടി വരികയാണ്. ചെറുതായിട്ട് മഴ പാറ്റുന്നുണ്ട്. മഴ പാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പും കോട മൂടി നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് അറിയാം. എന്ന് ഈ ഏരിയ വരുമ്പോൾ, അതായത് ലക്കിടി ഏരിയ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങുമ്പോൾ ആ ഈവനിങ് ടൈമോ രാത്രി കേൾക്കാൻ ഇറങ്ങില്ല. എന്നാലും ലക്കിടി എത്തുമ്പോൾ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും കോടമഞ്ഞ് ഉണ്ടാവും. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അവിടെ എന്തായാലും നമുക്ക് ഇറങ്ങാതെ ഒരിക്കലും പോരാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അത്രയും രസമാണ് അവിടെ. ഇവിടെ കുറേ പ്ലാന്റ് നമ്മളൊന്നും കാണാത്തൊക്കെ റെയിൻട്രീലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് അതൊന്നും സെയിൽ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാലും ഞങ്ങൾ പറഞ്ഞ് രണ്ടെണ്ണം വാങ്ങി ഒപ്പിച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് സീനിയ പ്ലാന്റ് കേട്ടാ. പല കളറുണ്ട്. മഞ്ഞുണ്ട്, പിന്നെ പിങ്ക്, റെഡ്, വൈറ്റ്, എല്ലാ കളേഴ്സും ഉണ്ട്. ഇതൊരു പുഷ്പമേളിലൊക്കെ ഈ സാധനം ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വെറൈറ്റി കേട്ടാ. അത് എത്രയും വെയിലത്ത് വെക്കാം. എത്ര വെയിൽ കൊള്ളിടും അത്രയും കളേഴ്സും കൂടും. നല്ല ഭംഗിയാണ്. പിന്നെ ഇത് കണ്ടില്ല, കോടമഞ്ഞ് മൂടി മൂടി വരികയാണ്. പക്ഷെ നല്ല ഇവിടെ നിന്നായ നമുക്ക് പുറത്ത് പോരാൻ തോന്നൂല, അത്രയും രസമാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തണം.